ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റുകൊണ്ട് മദീനയിലെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള ബഖീഇലെ ഖബർസ്ഥാനിലേക്ക് പുണ്യനബി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിന്നാണ് എഴുന്നേറ്റ് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി ഞാനും പിന്നാലെ പോയി. കൂടെ രണ്ട് വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി. ആ കുട്ടികൾ രണ്ടുപേര് അബൂ റാഫിയും അബൂ മുവൈഹബയും രണ്ടാളും കൂടിയിട്ട് പിന്നാലെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോ തന്നെ തന്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു ബഖീഉകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കുട്ടി കൂടെ പിന്നാലെ പോയി. ആയിഷ ബീവി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഇൽ ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ്, ഞാനും ഈ ബഖീഇൽ ഖബറടക്കപ്പെട്ട് കിടന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോയി. ഈ ദുആ എനിക്കും കിട്ടുമല്ലോ. അത്രത്തോളം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം.